ഹായ് ഹലോ സോയ ഫ്രൈഡ് റൈസിന്റെ ഒരു റെസിപ്പി വീഡിയോ ആണ് ഇത്. ആദ്യം തന്നെ സോയ വേവിച്ച് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് അതൊന്ന് യോജിപ്പിച്ച് അതൊരു പാനിൽ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അത് മാറ്റി വെക്കുക. അതിനുശേഷം സെയിം പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ചെറിയ സോയാണ് യൂസ് ചെയ്ത് നോക്കണം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി. അങ്ങനെ വെളുത്തുള്ളി വഴണ്ടി വരുമ്പോൾ നമ്മൾ പച്ചക്കറികളായിട്ട് ക്യാരറ്റും ക്യാപ്സിക്കും ആണ് ആഡ് ചെയ്ത് കൊടുത്തോണത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അത് ഫ്രൈഡ് റൈസിൽ ചേർക്കാൻ പറ്റിയതാണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും മുളക് പൊടിയും, കുറച്ച് മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. മുട്ട ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ സോസുകളായിട്ട് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൂട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരി നമ്മുടെ ചോറ് പതുക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാനൊരു ബാച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി മസാല എല്ലായിടത്തേക്ക് എത്തണ പോലെ ആക്കിയതിന് ശേഷം ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാ ചോറും കൂടെ ഈ മസാലയിൽ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം കുറച്ച് സോയാ സോസും കുരുമുളക് പൊടിയും ആഡ് ചെയ്തു. സോയാ സോസിൽ ഓൾറെഡി ഉപ്പിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. അങ്ങനെ എല്ലാതും കൂടെ ഇളക്കി യോജിപ്പിച്ചു. നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാം. പ്ലീസ് ട്രൈ.